സമൂഹം പിന്നെ അവർക്ക് നന്നാവാൻ ഒരവസരം കൊടുക്കൂല. എന്റെ കാര്യം ഓർത്ത് രാഘവൻ വിഷമിക്കരുത്. രാഘവൻ എന്നോട് ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ ഞാൻ ക്ഷമിക്കാം. പകരം രാഘവൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ചെയ്യൂ? പറഞ്ഞാ മതി, അത് നടന്നിരിക്കും. രാഘവൻ ഇനി ഒരിക്കലും ആയുധം എടുക്കരുത്. രാഘവന്റെ കുഴപ്പം കൊണ്ട് ഒരാളുടെയും കണ്ണ് നിറയരുത്. ഈ ഒരൊറ്റ കാര്യം രാഘവൻ എനിക്ക് വാക്ക് തരണം. രാഘവന് ഞാൻ അന്യ പെണ്ണല്ല, രാഘവന്റെ അനിയത്തിയോ. എന്റെ ഈ നെറുകയിലിരിക്കുന്നത് കൂടെ പിറക്കാതെ പോയൊരു ഏട്ടന്റെ കയ്യോ. എനിക്ക് വാക്ക് താ. വാക്ക്? ഇത് 250 പവനുണ്ട്. അമ്മയെ ഏൽപ്പിച്ചതാ. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും അമ്മ എനിക്ക് എന്നെ തിരിച്ചു തന്നു. ഞാൻ അടുത്തില്ലാതെ അമ്മയ്ക്കിത് വേണ്ടാന്ന്. രാഘവൻ ഇത് വാങ്ങണം. വേറൊന്നിനുമല്ല, നമുക്ക് നമ്മുടെ കൊച്ചിന്റെ സർജറി നടത്തണം. അതിന് ഇത് മുഴുവൻ എന്തിനാ? ഭാർഗവേട്ടന് കൊടുക്കാനുള്ളത് കൊടുക്കണം. പിന്നെ ഈ പണിയൊക്കെ നിർത്തി കഴിയുമ്പോൾ രാഘവനും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് വിറ്റ് കിട്ടുന്ന കാശ് മതിയാവും രാഘവന് പുതിയൊരു ജോലി സമ്പാദിക്കാൻ. ഏയ് വേണ്ട ബാലെ, എനിക്ക് വേണ്ട. ഇത് നിനക്ക് ആവശ്യം വരും. വരട്ടെ, എനിക്ക് ആവശ്യം വരുമ്പോ രാഘവനോട് ചോദിക്കാലോ. പിന്നെന്താ? വാങ്ങിക്ക. ബാലമണി, പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പോകണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും ഇനി പറയണ്ട. പോണം. ഞാനിവിടെ നിന്നാ നിങ്ങളുടെയൊക്കെ ജീവൻ ആപത്താവും. മറുത്തൊന്നും പറയരുത്. എനിക്ക് പോണം. പോയേ പറ്റൂ. പോകണ്ടെന്ന് പറയാനല്ലാതെ പിടിച്ചു നിർത്താനൊന്നും എന്നെ കൊണ്ടാവില്ലല്ലോ. തെറ്റ് ചെയ്തത് എന്റെ മോനായി പോയില്ലേ? ആരും തെറ്റ് ചെയ്തതുകൊണ്ടല്ല ഞാൻ പോകുന്നത്. അതാ നല്ലതെന്ന് എനിക്ക് തോന്നി. മരണം എന്റെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. ഒരാക്രമണം ഇനിയും ഉണ്ടാവാം. ഇന്നലെ രാഘവന്റെ കയ്യിലാണ് ശത്രുക്കൾ ആയുധം വെച്ച് കൊടുത്തതെങ്കിൽ നാളെ അത് മറ്റൊരാളുടെ കയ്യിലായിരിക്കും. എന്റെ ജീവനാ അവർക്ക് വേണ്ടത്. ആ ജീവനും കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആപത്താ. ഞങ്ങൾക്ക് ആപത്ത് വന്നാ ഞങ്ങൾ സഹിച്ചോളാം. നീ പോകാതിരുന്നാ മതി. ബാലേച്ചിക്ക് പോകാതിരുന്നൂടെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഞാനും എത്ര പറഞ്ഞതാ നിന്നോട്. എന്നായാലും ഒരിക്കൽ എനിക്ക് പോയേ പറ്റൂ. അപ്പൊ ആരും സങ്കടപ്പെടരുത്. ആരും ആർക്കും ജീവിതകാലം മുഴുവൻ കൂട്ടായിരിക്കില്ല. ഇതെല്ലാം ഞാൻ മോളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത്? വിഷമിക്കരുത്.
പൊയ്ക്കോ. നീ ഇറങ്ങിപ്പോകുന്നത് കാണാൻ എനിക്ക് വയ്യ. വസന്തേ, വസന്തേ, ഞാൻ പോവാ വസന്തേ. ഈ സമയത്തെങ്കിലും എന്നോടിങ്ങനെ പിണങ്ങി നിൽക്കരുത്. എന്നോട് എന്തിനാ ഇവൾക്ക് ദേഷ്യമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവളുടെ പെരുമാറ്റമൊന്നും മോള് കാര്യമാക്കണ്ട. പോവാൻ തന്നെ നിശ്ചയിച്ചു അല്ലേ? പോണം ദിവാകരേട്ടാ. ഇത്ര കാലം നിങ്ങളൊക്കെ കാണിച്ച സ്നേഹം മാത്രം ഓർത്താ മതി. ഇനിയുള്ള കാലം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. പോട്ടെ. മോളെ, എന്താ ദിവാകരേട്ടാ? ഇനി ഇങ്ങോട്ടെങ്ങും വരില്ലേ? ഒന്നുകൂടി ചോദിച്ചില്ലല്ലോന്ന് പിന്നെ വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ചോദിക്കാൻ ഞാൻ. പോവാതിരുന്നൂടെ? ഇനി നിർബന്ധിക്കില്ലല്ലേ ചേച്ചി? പോവാൻ തീരുമാനിച്ചതല്ലേ? പോകണ്ടായിരുന്നു. ഞാനിനി കള്ളുകുടിച്ച് വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. അയ്യേ, ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കണം. കണ്ടമാനം തല്ലാതിരുന്നാ മാത്രം മതി. ഒന്ന് രണ്ടെണ്ണമൊക്കെ കൊള്ളുന്നത് ലച്ചുവേച്ചിക്ക് ഭയങ്കര ഇഷ്ടാ അല്ലേ ലച്ചുവേച്ചി? ഇനി യാത്ര ചോദിക്കുന്നില്ല, ഇറങ്ങാ ഞാൻ. നല്ലൊരു കുട്ടി എവിടെ പോയാലും അതിന് നല്ലതേ വരൂ. ആനന്ദ് സർ, ബാലമണി നിക്ക്, എനിക്കോ സംസാരിക്കണം. ഞാൻ പോവാണ് സർ. എന്നോട് സംസാരിച്ചിട്ട് പോയാ പോരെ? ഒന്ന് നിർത്തി, ഒരു മിനിറ്റ്. ഓ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്താ ബാലമണി? എന്റെ വീട്ടിൽ നിന്നാ. വീട്ടിൽ നിന്ന് പറയുമ്പോ
ബാലാമണിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാ ഞാൻ. ഒരുപാട് അന്വേഷിച്ചു, പോലീസ് വരെ കംപ്ലൈന്റ് കൊടുത്തു. ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടുന്നും പോയേനെ അല്ലേ? അയ്യോ, രച്ചുവിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. മോളെ രച്ചു, അയ്യോ മോളെ, അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. മോളെ രച്ചു, എന്താ പറ്റിയ കൊച്ചിന്? അവള് പോയോ? ബാലാമണി ബാലേച്ച എന്നെ ഇട്ടേച്ച് പോയെന്നും പറഞ്ഞൊന്ന് കരഞ്ഞതാ എന്റെ കൊച്ച്. പെട്ടെന്ന് ഈ അവസ്ഥയിലായി. നമുക്ക് ഉടനെ ആശുപത്രി കൊണ്ടുപോവാം. വേണ്ട, ഒരു ആശുപത്രിയിലും കൊണ്ടുപോണ്ട. ഇവളെ പറഞ്ഞോ അനുസരിക്കില്ലല്ലോ നീ. ഞാൻ പലവട്ടം പറഞ്ഞതാ അമ്മേ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പലരെയും വിട്ടുപിരിയേണ്ടി വരുന്നു. അപ്പോഴൊക്കെ കരയാനും വിഷമിക്കാനും നിന്നാ എന്ത് ചെയ്യും? അസുഖമുള്ള കുട്ടിയാ, ഇപ്പോഴും ധൈര്യത്തോടെ ഇരിക്കണമെന്ന് 1000 വട്ടം പറഞ്ഞിട്ടുള്ളതാ ഇവളോട്. അനുസരിക്കില്ല. കരയാതിരിക്കാൻ കരച്ചിൽ അടക്കി പിടിച്ചതാ. ബാലേച്ചങ്ങ് ഇറങ്ങിപ്പോയപ്പോ നെഞ്ചിലിരുന്നങ്ങ് വീങ്ങി പൊട്ടി. ഇട്ടേച്ച് പോവാണല്ലോ ഓർത്തപ്പോ. മോളെ ഇല്ല, ഇട്ടേച്ച് പോവില്ല ഞാൻ എന്റെ കുട്ടിയെ. എന്റെ കൊച്ചിനെ വിട്ടിട്ട് ഒരിടത്തേക്കും പോവില്ല ഈ ബാലേച്ച. പൊയ്ക്കോ, ഇങ്ങോട്ട് വരണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ. ആട്ടി ഇറക്കി വിട്ടിട്ട് പോയില്ല. എന്നിട്ടിപ്പോ സ്നേഹിച്ച് സ്നേഹിച്ച് എന്റെ പ്രാണനായപ്പോ പൊയ്ക്കോട്ടെ, പൊയ്ക്കോട്ടെ അവള്. അമ്മേ, ആരും സ്നേഹിച്ചിട്ടില്ലാത്ത എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ എന്തിനമ്മ ഇങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കുന്ന? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നതമ്മ? കാർത്തി ചേച്ചി, ഒന്നിങ്ങി ഇറങ്ങി വന്നേ. ഇന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. പെരുമ്പല്ലൂരുകാരത്ര മോശക്കാരൊന്നുമല്ല. ഒന്നിങ്ങി വന്നേ. കാർത്തി ചേച്ചി, ചേച്ചി ഒന്നിങ്ങി വന്നേ. മോൾക്കറിയില്ല, എന്താ എല്ലാരും കൂടി? അഭയം തേടി പെരുമ്പല്ലൂർ വന്നൊരു പെൺകൊച്ചിനെ ഇറക്കി വിടുന്നത് ശരിയാണോ കാർത്തി ചേച്ചി? നമ്മുടെ നാട് എല്ലാവരും സ്വീകരിച്ചിട്ടേ ഉള്ളൂ, ഇറക്കി വിട്ടിട്ടില്ല. ഞങ്ങൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നതാ. ആ പെങ്കൊച്ചിനെ കൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായോ ചേച്ചിക്ക്? ഞാൻ ഇറക്കി വിട്ടതല്ല, അവളെ ഞാൻ ഒരിക്കലും ഇറക്കി വിടുകയില്ല. അവള് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതാ. അല്ല, നിങ്ങളിതൊക്കെ എങ്ങനെ അറിഞ്ഞു? ബാലാമണിയെ പോകാൻ സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞ് ദേ അവള് ഓടി നടന്ന് ഞങ്ങളെ വിളിച്ചു കൂട്ടുമായിരുന്നു. പോണോന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം തോന്നി. ആരും സങ്കടപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് പോവരുത്. പോകുന്നില്ല, ഞാൻ എങ്ങും പോകുന്നില്ല. മോളെ എങ്ങോട്ടും പോകണ്ട, ഈ വീട്ടിൽ തന്നെ താമസിച്ചോ, ഞങ്ങൾ കൂടെയുണ്ട്. കേറിപ്പോടി. ഈ നാട്ടിൽ എല്ലാവർക്കും മോളെ വലിയ കാര്യമാണ്. കണാരനും കൊച്ചിട്ടിയൊക്കെ പറയുക
വള്ളവും വലയും എടുത്ത് കായലിലേക്ക് പോകുമ്പോ ഈ മോളുടെ മുഖം കണ്ടേച്ചു പോയാൽ വല നിറയെ മീനാന്ന്. ആ ഐശ്വര്യം ഞങ്ങൾക്ക് വേണം. ഇവളെങ്ങും പോകത്തില്ല. ഇതെന്റെ മോള, ഈ നാടിന്റെ മോള ഇവള്. ഇവിടം വിട്ടെങ്ങും പോകത്തില്ല അവള്. എന്താ സർ? സാറെന്താ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത്? അല്ല, ഇതൊരു അതിശയം തന്നെയല്ലേ ബാലാമണി? ഒരു വീട്ടിൽ നിന്ന് ആർക്കും വേണ്ടാതെ ഇറക്കി വിട്ട ഒരു പെണ്ണിനെ ഒരു നാടിന് മുഴുവൻ വേണം. ഒന്നുകിൽ ബാലാമണിയുടെ എന്തെങ്കിലും അതിശയം കാണിച്ചു കാണും, അല്ലെങ്കിൽ ഈ നാട്ടുകാർ അത്രയ്ക്ക് നല്ല മനുഷ്യരാ. ഇതിലേതാ? ഇത് രണ്ടും ശരിയാണ് സർ. ഈ നാട്ടുകാര് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാ. അതല്ലെങ്കിൽ ഊരും പേരും അറിയാത്തൊരു പെണ്ണിനെ അവര് മോളെ പോലെ കാണില്ല, സ്നേഹിക്കില്ല. പിന്നെ സാറ് പറഞ്ഞില്ലേ ഞാൻ എന്തേലും അതിശയം കാണിച്ചിരിക്കുമെന്ന്? അതും സത്യ. ഈ ലോകത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അതിശയം സ്നേഹമാണ്. എന്റെ സ്നേഹം കണ്ട അവരെനിക്ക് തിരിച്ച് സ്നേഹം തന്നത്. ഇങ്ങനെയൊരു സ്ഥലത്തുണ്ടാവും ബാലാമണി എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ തുരുത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ തെരഞ്ഞു. അവസാനം എന്തെങ്കിലും ആപത്തുണ്ടായെന്ന് വരെ സംശയിച്ചു. ഉണ്ടായേനെ സർ. ഞാനെന്നൊരാൾ ഈ ഭൂമിയിലെ ഉണ്ടാവുമായിരുന്നില്ല. രച്ചുവിന്റെ അമ്മയെ കണ്ടില്ലായിരുന്നെങ്കിൽ. ആഹാ, അപ്പൊ എന്നോട് തർക്കുത്തരം പറയുമെങ്കിലും സ്നേഹമുണ്ടല്ലേ? എനിക്ക് നിന്നെ തീരെ ഇഷ്ടല്ല. പിന്നെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞപ്പോ ചെറിയൊരു പാവം തോന്നി എനിക്ക്. അതുകൊണ്ടാ. ശരി. അല്ല, ഇതാരാ? ആനന്ദ്, എന്റെ ഏട്ടനാ. ആ, ആനന്ദിന്റെ മുഖത്ത് ഒരു ഈശ്വര ചൈതന്യൊക്കെ ഉണ്ടല്ലോ. അയ്യോ, കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ. പേരൊന്നും കേറി വിളിക്കല്ലേ. എനിക്കാരെയും പേര് വിളിക്കാന്ന് നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാനത് മറന്നു. ആ പിന്നെ രക്തകാളിയുടെ അവതാരോ സർ. ദേഷ്യം വന്ന അപ്പൊ തന്നെ ശപിച്ചു കളയും. അല്ല, എന്തൊക്കെയാളുടെ പേര്? ആ, കോഴിക്ക് വരുന്നൊരു അസുഖത്തിന്റെ പേരാ. സാറൊന്ന് ഊഹിച്ചു നോക്കൂ. കോഴിക്ക് വരുന്നെന്ന് പറയുമ്പോ ഈ വസന്ത. നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണ്ടായിരുന്നു. ഇനി പോവാൻ ഇറങ്ങി നോക്ക്. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഒരു പാവം പെണ്ണാത്. രാഘവനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. ഞാനിങ്ങനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കും. രാഘവൻ, അള്ളു രാഘവനല്ലേ? അറിയൂ സാറിന്? ആ, കേട്ടു. കവിതയുടെ വായിന്ന്. കവിതയോ? അപ്പോ എന്റെ ഊഹം ശരിയാ. ബാലാമണിയെ കൊല്ലാൻ അള്ളു രാഘവനെ ഏർപ്പാടാക്കിയത് കവിതയാ. നാശം. സഹായത്തിന് ഒരാളെ വെക്കാത്തത് മനഃപൂർവ്വാ. ഈ അണ്ടകടാഹം പോലെയുള്ള വീട്ടിലെ സകല പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്നാ തള്ളയുടെ വിചാരം. പുതിയൊരു മരുമോളെ കെട്ടിയെഴുന്നള്ളിച്ചിട്ടുണ്ട്. എന്ത് പ്രയോജനം? അടുക്കളയിൽ മാത്രം അവള് കേറില്ല. പണിയെടുത്ത അവളെ കയ്യിലെ വളയങ്ങ് ഊരിപ്പോവൂലോ. എന്നാ പിന്നെ സകല പണിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതിന്റെ നന്ദിയുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. നേരം വെളുത്ത് ഉച്ചയാവാറായല്ലോ. ഒരു ചായ കിട്ടില്ലേ ഇവിടെ? ഇങ്ങനെയാണോ ചായ ചോദിക്കുന്നത്? കുറച്ചുകൂടി സ്നേഹത്തോടെ സംസാരിച്ചൂടെ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. നിന്റെ കാല് പിടിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ,
നീ ആട്ടുകട്ടിൽ പോയി കിടന്നോ. ചായ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാം. നീ വായിൽ ഒഴിച്ചങ്ങ് കുടിച്ചോ. എന്റെ വായിൽ നിങ്ങളെല്ലാരും കൂടി മണ്ണിടാതിരുന്നാ മതി. എന്താണ് നീ പറഞ്ഞേ? ഒന്നുമില്ല. അവിടെ പോയി ഇരുന്നോളൂ. ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതൊന്ന് തിളച്ചോട്ടെ. ഏതാണ്ട് മലമറിക്കാന്ന് അവളുടെ വിചാരം. പിന്നെ ആ മല ഇങ്ങ് മറിച്ചൂടെ? അമ്മായിയമ്മ പോരെന്ന് പറഞ്ഞ സത്യത്തിൽ ഇതാ. ഹോ, എന്റെ ദൈവമേ, എന്റെ ഗതി ലോകത്ത് ഒരു പെണ്ണിനും വരുത്തരുതേ. അതെ, ഇന്നെങ്ങാനും ഒരു ചായ കിട്ടോ? ചാരായം കിട്ടും. എന്താ വേണോ? ചൂടാവുന്ന എന്തിനാ? ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം. അയ്യോ വേണ്ട വേണ്ട. അടുക്കളയുടെ അധികാരം അങ്ങനെ വിട്ടു തരാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അധികാരമൊന്നും വേണ്ട, ചായ കിട്ടിയാ മാത്രം മതി. ഓ, ഇന്ന് നിനക്ക് ഞാൻ നല്ല ചായ ഇട്ട് തരാം കേട്ടോ. നീ കുടിക്കിട്ടാ. ചായ വേണല്ലേ? നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ ചായ കുടിപ്പിക്കാം. ഇത് എന്റെ പാവ അമ്മയ്ക്ക്. ഇതില് പഞ്ചസാര വേണ്ട. ഉപ്പും മുളക് പൊടിയാ ഇതിന്റെ കോമ്പിനേഷൻ. കുരുമുളക് പൊടി പൊങ്ങിക്കിടക്കാണല്ലോ.